ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ETIOS ആണ്. ETIOS 2011 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡും അതുപോലെ തന്നെ പുള്ളിങ്ങിന് ഇത്തിരി ഡ്രോപ്പും ഉണ്ട്. ക്ലച്ച് നമ്മൾ ചവിട്ടിയിട്ട് വിടുമ്പോൾ നമ്മൾ തേർഡ് ഫോർത്തൊക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റേസിങ്ങും ആകുന്നുണ്ട് വണ്ടി. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ച് സെറ്റും റിലീസ് ബെയറിങ്ങും അങ്ങനെയുള്ള കംപ്ലീറ്റ് സെറ്റ് നമുക്കിതിനകത്ത് മാറ്റാനുണ്ട്. അതാണ് കംപ്ലൈൻറ്റ്. 2011 മോഡൽ വണ്ടിയാണ്. നമ്മൾ നേരത്തെ ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണിത്. ഫ്രണ്ടേജ് കംപ്ലീറ്റ് ഫ്രണ്ടും ബാക്കും നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ ആ അല്ല പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല സ്പേസ് ഇതിനകത്ത് നമുക്ക് കിട്ടും. പിന്നെ അഴിച്ചുവിടണമെന്ന് വെച്ചാൽ 2 ഡ്രൈവ് ഷാഫ്റ്റ് കാര്യങ്ങൾ അഴിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കേബിളിൻ്റെ സെലക്ടർ കേബിളും അതുപോലെ ഷിഫ്റ്റർ കേബിളും അഴിച്ചു വിടുന്നതിന് ശേഷം മൗണ്ടിങ് ബോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചതിന് ശേഷം നമുക്കത് പുറത്തെടുക്കാൻ പറ്റും. അഴിക്കണേട്ടോ. നോക്കിയോ, മേലെ വേണ്ട. ജാക്കി നീ വിട്ടോ, പിടിക്കാൻ നീ മെല്ലെ ഒക്കെ. ഇറക്കിയോ വിട്ടോളൂ. ലോക്കും ഇപ്പോൾ നമ്മൾ അഴിച്ച ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഗൺ ഔട്ട് ആയിട്ടുണ്ട്. കണ്ടില്ല, ഇൻഡിക്കേഷൻ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒറിജിനൽ ക്ലച്ച് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. റിലീസ് ബെയറിങ് നമ്മൾ കൈയോടെ മാറ്റുന്നുണ്ട്. ബേസ് ബെയറിങ്ങും അത്യാവശ്യം നല്ലോണം തന്നെ പോയിട്ടുണ്ട്. നല്ല സൗണ്ടാണ്. മൊത്തം ക്ലച്ചിൻ്റെ കരിഞ്ഞ പൊടിയാണ്. നമ്മൾക്ക് കയറ്റുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് കയറ്റാൻ പറ്റും. നമ്മൾ എടുത്തിരിക്കുന്ന പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ പാർട്സ് തന്നെയാണ് വരുന്നത്. കാരണം അതിൻ്റെ പാർട്ട് നമ്പർ വരുന്നു. ക്ലച്ച് കവർ, ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ.
ചെറിയൊരു ഓയിലിൻ്റെ അംശം ഉണ്ടാവും അതിനകത്ത്. നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. പ്ലീസ് പറഞ്ഞു പിന്നെ അതാണ് എൻ്റെ റിലീസ് ബെയറിംഗ്. റിലീസ് ഫോർക്കിൽ ഗ്രീസ് ഇടും കേട്ടോ. അവിടെയും ആ ഹോളിൽ ഒരു റിലീസ് ഫോർക്കുണ്ട്. ഇത് നമ്മൾ ചില ഇന്നോവയിലൊക്കെ വണ്ടി നമ്മൾ ക്ലച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടന്നൊരു സൗണ്ട് വരും. കോളേജിനൊക്കെയാണ് മെയിനായിട്ട് കൂടുതൽ ആ ഒരു സൗണ്ട് വരിക. നമ്മൾ ക്ലച്ചെന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒരു കടന്നൊരു അടി. മറ്റേ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ സ്റ്റാർ ജോയിൻറ്റ് പോയ അടിയല്ല, അത് കൂടാതെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊരു അടി വരും. ആ അടി വരുന്നത് ഈ ക്ലച്ച് റിലീസ് ഫോർക്ക് എന്നാണ്. കോളേജിനൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കുക ഏകദേശം. അപ്പോൾ ആ റിലീസ് ഫോർക്ക് വന്നിരിക്കുന്ന ഭാഗം ഈ ഒരു മറ്റേ ഒരു ഇതുണ്ടാവും നോബ് പോലെ, അതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് ടെൻഷനിലാണ് ആ സാധനം ലോഡായി നിൽക്കുന്നത്. ഈ സ്പ്രിങ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കിടന്ന് ഇങ്ങനെ നമ്മുടെ എൻജിൻ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. മെല്ലെ പയ്യൊരു ക്ലച്ച് കാലിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ട് നിൽക്കുകയും ചെയ്യും. അത് ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രൂവിൽ വീഴണം കേട്ടോ. ഈ ഗ്രൂവിൽ കറക്റ്റായിട്ട് വീഴണം. ഇവിടെ 2 ഹോളുണ്ട്, ആ ഹോളിൽ വീഴണം. എന്നാൽ നമുക്ക് ഇതൊന്ന് കുറച്ച് അമർത്തി നല്ലോണം ഗ്രീസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് നിൽക്കും. അതിൻ്റെയാണ് ഈ കിടുകിട് എന്നുള്ളൊരു സൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എറ്റിയോസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലച്ചിൻ്റെ ഭാഗം പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് അടക്കം ഫുൾ സെറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടിക്കാനും നല്ല പുള്ളിങ് ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കര ടൈറ്റാണ്. നമ്മൾ ചവിട്ടുമ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്തില്ല. കറക്റ്റായിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. നോർമലി എങ്ങനെയാണോ നമ്മൾ ഒരു പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ കിട്ടുന്നത്, ആ സെയിം സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഇതിനകത്ത് പക്കയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്ങും നമ്മൾ നേരത്തെ തേർഡ് ഗിയർ ഇട്ടിട്ട് ഒരു വലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് റൈസ് ആയിക്കൊണ്ടിരിക്കും. വണ്ടി മൂവ് ആവില്ല, എഞ്ചിൻ മാത്രം കിടന്ന് റൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നവും പക്ക സോൾവ് ആയിട്ടുണ്ട്. പക്ക നോർമലായിട്ട് തന്നെയാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.